back to our channel. In നമ്മൾ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ പിങ്ക് കളറിലുള്ള ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ നെക്ക് ഒക്കെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് വേണം. ഇതൊരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ്. പിന്നെ ഇതാ ഇതുപോലെ ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് കളറിൽ പേളും എടുത്തിട്ടുണ്ട്. നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ്. അപ്പോൾ നിങ്ങൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ 2 ബോർഡറിലായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. ആദ്യം മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് വയ്ക്കുക, പിന്നെ ചെറിയ സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് വയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ബോർഡർ ഭാഗം ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. 2 ബോർഡർ ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 ബോർഡർ ഭാഗവും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ 2 ബോർഡറും ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ബീഡ്സൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ബീഡ്സ് വയ്ക്കുമ്പോൾ വലിയ ഗോൾഡൻ ബീഡ്സും ചെറിയ ഗോൾഡൻ ബീഡ്സും പേളും ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണം അതനുസരിച്ചിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. 2 ബോർഡർ ഭാഗവും ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. നമുക്കതിൻ്റെ ഉള്ളിൽ പിന്നെ ബീഡ്സ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് 2 ബോർഡർ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ ഇതാ ഞാനിവിടെ നെക്കൊക്കെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയിലൊക്കെ വൈറ്റ് പേളൊക്കെ വെച്ച് കൊടുക്കണം നിങ്ങൾ. ഇനി നമുക്ക് യോക്ക് ഭാഗം വരെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു ചോക്ക് എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എവിടേക്കാണോ ബീഡ്സ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് ബീഡ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ അത്രയും അടുപ്പിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗോൾഡൻ ബീഡ്സും അതുപോലെ വൈറ്റ് പേളും മിക്സ് ചെയ്തിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. യെല്ലോ ചോക്ക് വെച്ചിട്ട് ഗോൾഡൻ ബീഡ്സിന് വേണ്ടിയിട്ടും ബ്ലൂ ചോക്ക് വൈറ്റ് പേളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീഡ്സ് വയ്ക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇപ്പോൾ യെല്ലോ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തെടുത്ത് ഗോൾഡൻ ബീഡ്സും അതുപോലെ ബ്ലൂ ചോക്ക് വെച്ചെടുത്ത് വൈറ്റ് പേളുമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.